പറ്റിയോ? വല്ലതും പറ്റിയെന്തോ? ആന്റണി വല്ലതും പറ്റിയാ? നോ പ്രോബ്ലം. ക്യാരി ഓൺ. ക്യാരി ഓൺ. എന്നാ ഞങ്ങൾ പോവാ. ആ ഋഷി, ഇതെന്തോ മയക്കമരുന്നുകളാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ എന്റെ കിറ്റിൽ വന്നു? നമ്മളെല്ലാം കരുവാക്കി ആരോ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. അല്ല, ഇത് മയക്കുമരുന്നാണോ? ആര് വെച്ചെന്ന് ആർക്കറിയാം. ഏതായാലും റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകണ്ട, നമുക്കിത് കളഞ്ഞേക്കാം. നിക്കു ജോസ്, നമുക്കിത് നായർ സാബിനോട് റിപ്പോർട്ട് ചെയ്യണം. വയർലെസ് എടുക്കും. അരുണേ, വേണ്ട. ക്യാമ്പിൽ കിടന്ന ബൈക്കിനുള്ളിൽ വെച്ചവൻ നിസാരനല്ല. ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുടുങ്ങുന്ന നമ്മളായിരിക്കും. വിടാ, നിങ്ങൾക്ക് എന്താ ഇതില്? ആന്റണി, ഒരബദ്ധം പറ്റിപ്പോയതാ. ഋഷി, ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാ. ഇത് റിപ്പോർട്ട് ചെയ്യരുത്. എത്ര പണം വേണമെങ്കിലും തരാം. ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ ഇല്ല, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എന്നാ നമുക്ക് കളഞ്ഞേക്കാം. റിപ്പോർട്ട് ചെയ്യരുത്. നായർ സാബ് ഇതറിഞ്ഞാ ഞങ്ങളെ കൊന്നുകളയും. അയ്യോ, നായർ സാബ് വരുന്നു. അരുണേ, നീ ഞങ്ങളെ ചതിക്കൂ. പ്ലീസ് ആന്റണി, ചതിക്കരുത്. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ കുഴപ്പമൊന്നു? ആന്റണിയുടെ ബൈക്കിന്റെ ബ്രേക്ക് പോയി, ഇവിടെ വീണു. ബ്രേക്കില്ല. ഞാൻ തന്നെ ഇന്നലെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താണല്ലോ. ഈ വണ്ടിക്ക് എന്താ കുഴപ്പം? തനിക്കെന്ത് പറ്റി? തന്റെ വെള്ളത്തിലൊന്നും എന്നോട് വേണ്ട. കയറാൻ. ഈ വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി താൻ ചത്തുപോയാൽ തന്റെ ഡെഡ് ബോഡി ഞാൻ നാട്ടിലെത്തിച്ചോളാം. കയറ്. പോണം. ഗോപ, എന്താണ്? ഗോപൻ, proceed man. ഗോപകുമാർ, come along. Proceed. കുമാറിനെ വിളിക്കേ. ഹലോ, കുമാർ ഹിയർ. യെസ് കുമാർ. കുമാർ, ആകെ കുഴപ്പമായി. ആന്റണി ഡ്രഗ്സ് കണ്ടു. അവനെ വിശ്വസിക്കാൻ വയ്യ. അവൻ നമ്മളെ ചതിക്കും. ഓ, ആന്റണി. ആ, ഞാൻ നോക്കിക്കോളാം. ആന്റണിയുടെ ചോദിച്ച കേട്ടില്ലേ? ഒന്ന് രണ്ടിടത്ത് വെച്ച് ബ്രേക്ക് ട്രബിൾ വന്നിരുന്നു. വയർലെസ് ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല?
സാറ് വഴക്ക് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച കുറെ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോ അവൻ തന്നെ എന്തോ റിപ്പയർ ചെയ്ത് ഓടിച്ചു. പിന്നെ ഞങ്ങളെ കിടന്ന് പോകുന്നതാ. നിങ്ങൾക്ക് എവിടെ വെച്ച ആന്റണി മിസ്സായത്? ആന്റണിയുടെ വണ്ടി സ്കിട്ട് ചെയ്ത് വഴി കിടക്കുന്നത് ഞങ്ങൾ കണ്ട് വണ്ടി നിർത്തിയതാ. കുഴപ്പമൊന്നുമില്ലെന്ന് ഇവര് പറഞ്ഞു. അതല്ലേ ഞങ്ങളിങ്ങ് വിട്ടു പോകുന്നത്. അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആന്റണി, ആന്റണി, നായർ സാഹിബ് ഇവിടെ.
പോലീസിനെ കൊണ്ടുവന്നു കരുതി രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. वो भाग गया, मेरे आदमी को मार डाल के वो भाग गया। कौन? मेजर नायर। Wanted, dead or alive, Major N.B. Nair. Reward, rupees 10,000. മേജർ N.B. നായർ. നായരെ കൊന്നോ ജീവനോടെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10,000 രൂപ ഇനാം. എന്താണോ ദേവയ്യ, നോക്കുന്നോ? ഞാനും തരാം ഒരു 10,000. 10ഉം 10ഉം 20,000 രൂപ. സാറിന് എത്ര പേരെ വേണം? ഞാൻ പിടിച്ചു തരാം. നിങ്ങളൊക്കെ എന്താ മൂടിയായിരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ആന്റണി വെറും ഒരു ഫ്രണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എന്റെ അനുജത്തിയുടെ തോരാത്ത കണ്ണീരിന് കാരണക്കാരനായവനെ, അവളുടെ ജീവിതം തകർത്തവനെ 10 അല്ല 10,000 അല്ല, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും ഞാൻ വെറുതെ വിടില്ല. കുമാർ സാർ പറയും, ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ. ഊണിലും ഉറക്കത്തിലും കൂടെ ഉണ്ടായിരുന്ന നിരപരാധിയായ ഒരുത്തനെ ഇത്ര ക്രൂരമായി കൊല ചെയ്ത ആ നായര് വെറുതെ വിടണമെന്ന്. അതിന് നായർ എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? പോലീസിന് പോലും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടും കാര്യമില്ല. നിങ്ങൾക്കറിയോ, 1971 ഇന്ത്യ പാക് വാറിൽ എല്ലാ റഡാറുകളുടെയും കണ്ണുവെട്ടിച്ച് ലോകത്തെ പോലും ഒരു നിമിഷം ഞെട്ടിച്ചുകൊണ്ട് കറാച്ചി പോർട്ടിൽ ഇന്ത്യ ബോംബിട്ടു. ദാറ്റ് വാസ് എ വൺ മാൻ ആർമി കമാൻഡോ ഓപ്പറേഷൻ. ദാറ്റ് കമാൻഡോ വാസ് നായർ, വൺ ഓഫ് ദി ബെസ്റ്റ് കമാൻഡോസ് ഇൻ ഇന്ത്യ. അയാളെ ഇവിടുത്തെ പോലീസുകാരെ എങ്ങനെ പിടിക്കാനാ? പക്ഷേ അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കേ സാധിക്കൂ. അതിർത്തി കടന്ന് പോയിട്ടുണ്ടെങ്കിലോ? അതുണ്ടാവാൻ വഴിയില്ല. കാരണം രൂപത്തിലും ഭാവത്തിലും നടപ്പിലും എടുപ്പിലും അടിമുടി പട്ടാളക്കാരനായ ഒരാൾ ഏത് അയൽ രാജ്യത്ത് ചെന്നാലും സംശയിക്കപ്പെടും. ചാരനെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാം. അത് മാത്രമല്ല, ഒരുപാട് സെന്റിമെന്റ്സ് നായർക്ക് ഈ മണ്ണിനോടുണ്ട്. അയാൾ കാശ്മീർ വിട്ടു പോവില്ല. എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഞാനിവിടെ ഇങ്ങനെ താമസിക്കുന്നത് നിനക്കും ഇവർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്, റിസ്ക്കുമാണ്. ഒന്നുമില്ല, ദൈവമാണ് ഇവരെവിടെ എത്തിച്ചത്. മലയുടെ അങ്ങേ ചരിവില് ഈ മഞ്ഞില് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. നല്ല മനുഷ്യരാ.
കാശ്മീരിൽ വന്ന കാലം മുതലേ ഇവരെ എനിക്കറിയാം. ഇവിടെ താമസിച്ചാ മതി, ആരും അറിയില്ല, ആരും വരില്ല. വേണ്ട രാധേ, എന്നെ ഒളിപ്പിച്ചു വെച്ചതിന്, സംരക്ഷണം തന്നതിന് അവരുകൂടെ ശിക്ഷിക്കപ്പെടും. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. പേരും പടവും വെച്ച് നാടായ നാട് മുഴുവനും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പോലീസും അന്വേഷിക്കുന്നുണ്ട്. 2 കൊലപാതകങ്ങള്, ആന്റണി ആ കുമാറിന്റെ ആളും. പിന്നെയും എന്തൊക്കെയോ കുറ്റങ്ങൾ. മയക്കുമരുന്ന് കടത്തിയെന്നോ ചാരനാണെന്നോ. സാറ്റിലെ ട്രെയിനീസ് പോലും തെളിവെടുപ്പിന് അങ്ങനെ മൊഴി കൊടുത്തത്. ഇനി പോവുകയാണെങ്കിൽ കാശ്മീർ വിട്ടുപോണം, ആരും തിരിച്ചറിയാത്ത എങ്ങോട്ടെങ്കിലും. ഇല്ല, കാശ്മീർ വിട്ട് ഞാൻ പോവില്ല. മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കണം. എന്റെ സാവിത്രി അടക്കി ഇതേ മണ്ണിൽ കിടന്നു. പക്ഷേ അതിനു മുമ്പ് കുമാറിന്റെ കയ്യിൽ നിന്ന് എന്റെ പിള്ളേരെ രക്ഷിക്കണം. അവരെ വഴിതെറ്റിച്ചതിന്, എന്റെ ജീവിതം തകർത്തതിന്, പാവം ആന്റണിയെ കൊന്നതിന്, പിടിക്കപ്പെടുന്നതിന് മുമ്പ് കുമാറിനെ ഞാൻ കൊന്നിരിക്കും. General Gulshan Arora, what have you got to say? Excuse me, sir. ये है सेट। इसके 25 किलोमीटर उत्तर पूर्व में हमारे देश की सीमा है और सीमा के उस पार है हमारा दुश्मन देश। सीमा से 15 किलोमीटर की दूरी पर, मेरा मतलब है यहाँ, वो लोग एक बहुत बड़ा प्रोजेक्ट तैयार कर रहे हैं जो हमारे देश के लिए बहुत खतरनाक साबित हो सकता है। Excuse me, sir. This is merely a hydroelectric project with Canadian help. Actually, this is meant for irrigation and electricity. This is their foolishness that they are constructing such a big project within our reach. ये हाइड्रो इलेक्ट्रिक प्रोजेक्ट नहीं है, न्यूक्लियर इलेक्ट्रिक प्रोजेक्ट है। Well, what are you going to do further about that? First, I am going to appoint Major A.K. Nambiar as the new instructor of SET. Major Nambiar, will you please come in? Major, come in. Major, you have been appointed as the new instructor of SET. Sir. You can collect your appointment orders from office. Menon here. Mr. Menon, you can come and collect the details of today's conference. Yes, sir. Come, Mr. Menon. Please wait. Thank you. Thank you, sir. Mr. Menon? Sir. These are the full details of today's conference. Now you can send message to the President, the Prime Minister, and Brigadier Verma of SAT. This is highly confidential. Be careful. Okay. Okay? ഹലോ ജെയിംസ് ഹിയർ. ജെയിംസ് ആണോ? അതെ, ജെയിംസാ. ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് ഉണ്ട്, ഹൈലി കോൺഫിഡൻഷ്യൽ. ഡിഫൻസ് മിനിസ്ട്രിയുടെ മെസ്സേജാ. എന്താ? ഫോണിൽ പറയാൻ പറ്റില്ല. ഞാൻ മെസ്സേജ് കമ്പ്യൂട്ടർ വഴി ഫീഡ് ചെയ്യാം. എന്നാ നീ എൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും, ഞാൻ ലൈൻ കണക്ട് ചെയ്യാം. ഓക്കെ? എടാ യോഗനാനെ, ഒരു ഉഗ്രം കോളെത്തിട്ടുണ്ട്. നീ വാ.
ഇതാകെ കൊനിഷ്ടാണല്ലോ. ഡീകോഡ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദം, അവസാനം കള്ളനായിട്ട് ജീവിക്കുക. കഴിഞ്ഞ ജന്മം ചെയ്ത പാവങ്ങൾ കൊണ്ടായിരിക്കും. ആട്ടെ, എന്താ മെസ്സേജ്? നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കോ യോമാര്? ചിലപ്പം മുട്ടിന്നിരിക്കും, പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ 4-5 തലമുറ ദേ ഇതുകൊണ്ട് കഞ്ഞി കുടിക്കും. എന്താണെന്ന് പറ. സ്പെഷ്യൽ ആം ട്രെയിനിങ് കോളേജ്, അതായത് സാറ്റ്, അതിർത്തി പ്രദേശത്തു നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. സാറ്റ് എന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യം വലിയൊരു പട്ടാളത്താവളം ഉണ്ടാക്കാൻ പോകുന്നു. കാരണം അതിർത്തിക്കപ്പുറത്ത് ശത്രുരാജ്യത്തിന്റെ അണുശക്തി നിലയം വരുന്നു. സാറ്റ് മാറ്റുന്നത് കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? പ്രയോജനമുണ്ട്. അതിർത്തിക്കടുത്തായതുകൊണ്ട് ഏത് പട്ടാളത്താവളത്തെയും വെല്ലുന്ന കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള ആയുധശേഖരം സാറ്റിലുണ്ട്. അത് നമുക്ക് വേണം. എങ്ങനെ? അത് നമ്മൾ ആലോചിക്കണം. James, what is your plan? നമ്പർ 1, ഈ കണ്ട ആയുധങ്ങൾക്കൊന്നും പ്രോപ്പർ സെക്യൂരിറ്റിയോ വേണ്ടത്ര പട്ടാളക്കാരോ സാറ്റിലില്ല. നമ്പർ 2, ഈ വർഷത്തെ കാലാവസ്ഥ ഹെവി സ്നോഫോൾ പലതുകൊണ്ടും നമുക്ക് പ്രയോജനകരമാണ്. മോസ്റ്റ് പ്രോബ്ലി സാറ്റ് മഞ്ഞുകൊണ്ട് മൂടപ്പെടാം. അല്ലെങ്കിൽ തന്നെ ഒരാവശ്യം വന്നാൽ വി ക്യാൻ ഈസിലി മേക്ക് ആൻ അവലാൻസ്. പുറം ലോകത്തു നിന്നും സാറ്റിന് നമുക്ക് ഒറ്റപ്പെടുത്താം. ലുക്ക് ഹിയർ, ദിസ് ഈസ് അവർ ബോർഡർ. സാറ്റ് ഏകദേശം ഇവിടെയും. വ്യക്തമായി പറഞ്ഞാൽ only 85 kilometers ഫ്രം ബോർഡർ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആയുധങ്ങളുമായി വിത്തിൻ 2 or 3 hours നമുക്ക് ഇന്ത്യൻ അതിർത്തി കടക്കാൻ കഴിയും. അതായത് സേഫായി അടുത്ത രാജ്യത്ത് എത്താൻ സാധിക്കും. Oh, don't be in a hurry, James. First of all, we have to study each and every detail of SAT. യെസ്, അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? ഇൻസ്ട്രക്ടർ നമ്പ്യാരായി സാറ്റിലെത്തുന്നത് ഈ ജെയിംസ് ആയിരിക്കും. ഞാൻ കാശ്മീരിൽ എത്തുന്നതിന് മുമ്പ് യോഹന്നാൻ കാശ്മീരിൽ പോയി കുമാറിനെ കണ്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കണം. ശരി.